നമസ്കാരം. ബഷീറുടെ കുടുംബവും റിയാക്ഷൻ യൂട്യൂബേഴ്സും തമ്മിൽ നടക്കുന്ന വിഷയം 3-4 ദിവസമായിട്ട് ഈ വിഷയം ഇങ്ങനെ കിടന്ന് കറങ്ങി നടപ്പുണ്ട്. പക്ഷെ ഇപ്പൊ അത് വലിയ പ്രശ്നമായിട്ട് മാറിയേക്കാണ്. ഇപ്പൊ ബഷീറുടെ കുടുംബത്തെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും പരിചയമുള്ള കുടുംബമാണ്. ബി ഫാമിലി എന്നാണ് അവർ അറിയപ്പെടുന്നത്. അപ്പോൾ സുഹാനയുടെ സെക്കൻഡുകൾ മാത്രം വരുന്ന ഒരു വീഡിയോ, ആ വീഡിയോയ്ക്കകത്ത് സുഹാന ഇങ്ങനെ പറയുവാണ്, ബഷിയും മാഷുറയും ബാങ്കോക്കിലേക്ക് പോയേക്കാണ്, ഞാനിപ്പോൾ തന്നെ ഉള്ളൂ, ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് എല്ലാവരും റിയാക്ട് ചെയ്യാണ്. അപ്പൊ റിയാക്ട് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് ബി ഫാമിലിയിൽ സുഹാനയ്ക്ക് ഒരു റോളും ഇല്ല, സുഹാനയുടെ ആവശ്യം അവിടെ ഇല്ല, ബഷിക്ക് ഇപ്പൊ സുഹാനയോട് താല്പര്യമില്ല, സുഹാനെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞേക്കാണ്, അവർ ടോട്ടലി അവോയ്ഡ് ചെയ്ത് കളഞ്ഞേക്കാണ്, അവരുടെ ഭിക്ഷയിലാണ് ഇപ്പൊ സുഹാന അവിടെ ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാണ്. അപ്പൊ ഇത് രൂക്ഷമായതോട് കൂടിയിട്ട് ബഷിയുടെ കുടുംബം എന്ത് ചെയ്തു? എല്ലാവർക്കും എതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഹൈക്കോടതിയിൽ വരെയാണ് കേസ് കൊടുത്തേക്കുന്നത്. പുള്ളി നല്ല സീരിയസ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ പുറകെ പോയേക്കുന്നത്. കേസ് കൊടുത്തതിൽ പുള്ളിയെ നമുക്ക് തെറ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം അൺനെസസറി ആയിട്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തു വെച്ച് സംസാരിച്ചേക്കുന്നത്. ഞാൻ ഈ ഒരു ടോപ്പിക് ആദ്യം കാണുന്നത് ഈ വീഡിയോ ഫസ്റ്റ് റിയാക്ട് ചെയ്തിട്ട ആളുടെ ചാനലിലാണ്. അപ്പൊ ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു. കാരണം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് സുഹാന അങ്ങനെ വന്ന് സംസാരിച്ചത്? ഞാൻ വിചാരിച്ചു ഈ സെക്കൻഡുകൾ മാത്രം വരുന്നൊരു വീഡിയോ സുഹാന പോസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ വീഡിയോയിൽ സുഹാന വിഷമിച്ച് സംസാരിക്കുന്നത് പോലെയാണ് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഒരു കമന്റ് ഇട്ടു. കമന്റ് എന്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് കേട്ടോ കമന്റ് ഇട്ടത്. ഞാൻ ആ കമന്റിൽ പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഹസ്ബൻഡ് മറ്റൊരാളെ ഇറക്കിക്കൊണ്ട് വരിക, മറ്റൊരാളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അക്സെപ്റ്റബിൾ അല്ല. ഞാൻ ആ ഒരു ജീവിതത്തിൽ നിൽക്കത്തില്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. എന്നിട്ട് ഞാൻ നേരെ വന്നിട്ട് കാര്യം എന്തോന്ന് അറിയണമല്ലോ, സംഭവം എന്താണെന്ന് അറിയണമല്ലോ, നേരെ വന്ന് സുഹാനയുടെ ചാനലിൽ കയറി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു കാര്യവും ഇല്ലാതെ അനാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രശ്നമാണ്. 1 മാസം മുമ്പ് സുഹാന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ആ സമയത്താണ് ബഷീറും മാഷുറയും സെക്കൻഡ് വൈഫും കൂടി ബാങ്കോക്കിൽ പോകുന്നത്. അവരുടെ എന്തോ ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് ബാങ്കോക്കിൽ പോയതാണ്. അപ്പോൾ സുഹാന വീട്ടിൽ തന്നെ ഉള്ളായിരുന്നുള്ളൂ. മക്കളെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം സുഹാന പുള്ളിക്കാരുടെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണ്. അപ്പൊ അതിന്റെ 34 മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആണ്. ഈ 34 മിനിറ്റ് ഉള്ള വീഡിയോയിൽ 19ാമത്തെ മിനിറ്റില് സുഹാന ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലോ, അതിന് കാരണമുണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട്, ബഷിയും മാഷുറയും ഇപ്പൊ ബാങ്കോക്കിലേക്ക് പോയേക്കാണ്. ആ സർപ്രൈസ് എന്തുവാണെന്നുള്ളതും സുഹാന ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്പെസിഫിക് പോർഷൻ മാത്രം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സുഹാനയ്ക്ക് വിഷമമുള്ള രീതിയിലാക്കി ഒരാൾ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ എടുത്തു വെച്ചിട്ടാണ് ഈ റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ പറ, വെറും അൺനെസസറി ആയിട്ടുള്ളൊരു വിഷയമല്ലേ? അതിനകത്ത് എന്തെങ്കിലും റിയാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ? എന്തെങ്കിലും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ടോ? ഒന്നുമില്ല. ഒരു കാര്യവും ഇല്ലാതെ അനാവശ്യമായിട്ട് ആ കുടുംബത്തെ വലിച്ചിഴച്ചു എന്ന് തന്നെ ഞാൻ പറയും. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാമായിരുന്നു. എപ്പോഴാണെന്ന് അറിയാമോ? ഈ വിഷയം തുടങ്ങുന്ന സമയത്ത്, അതായത് ബഷീർ രണ്ടാമതൊരു വിവാഹം കഴിച്ച സമയത്ത്, ആ സമയത്ത് നമുക്ക് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് റിയാക്ട് ചെയ്യാം. എന്തിനാണ് രണ്ടാമത് വിവാഹം കഴിച്ചത്, അത് തെറ്റായി പോയി എന്ന രീതിയിൽ റിയാക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ബഷീർ ബിഗ് ബോസിൽ വന്ന സമയം, ആ സമയത്ത് നമുക്ക് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ ഒരു ഇതുണ്ട്. സംസാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അത് റെലവൻ്റ് ആണ് എന്ന് പറയാം. എന്നാൽ ഈ സംഭവം നടന്നിട്ട് ഇപ്പൊ 8 വർഷമായി. രണ്ടാമത്തെ വൈഫിന് ഇപ്പൊ കുഞ്ഞുമായി. 8 വർഷമായിട്ട് നടന്നൊരു സംഭവം. ഇപ്പൊ ആ കുടുംബം വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവർ സമൂഹത്ത് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. അവരുടെ ലൈഫ്, അവരുടെ ബിസിനസ്, അവരുടെ കുടുംബം, അവരുടെ കാര്യങ്ങൾ, അത് മാത്രമാണ്. അവർ വേറെ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പൊ നമുക്ക് ആ കാര്യത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ ഒട്ടും അവകാശമില്ല. അവർ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കാം. അവരുടെ ജീവിതമാണ്. എല്ലാവരും പറയുന്നത് കേൾക്കാം, സുഹാനയ്ക്ക് കണ്ണിൽ വിഷമമുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ സുഹാനയെ നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുഹാനെ അവിടെ ആരും തളച്ചിട്ടേക്കോ കെട്ടിയിട്ടേക്കോ ഒന്നും അല്ലല്ലോ. സുഹാനയ്ക്ക് അവിടെ താല്പര്യം ഉള്ളത് കൊണ്ടായിരിക്കത്തില്ലേ അവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അവര് നല്ല രീതിയിൽ ജീവിച്ചോട്ടെ. ഇനി സുഹാനയോ ബഷിയോ മാഷുറയോ വല്ലോ വന്ന് ഇങ്ങനെ പറയുവാണ്,
ഞങ്ങളുടെ ലൈഫ് പ്രോബ്ലമാണ്, വലിയ വിഷയമാണ്, പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ വന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പോഴും നമുക്ക് പറയാം, ഓ കണ്ടില്ലേ അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇങ്ങനെയാണ് പ്രശ്നമുണ്ടാകും എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് റിയാക്ട് ചെയ്യാം. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, ഇവിടെ ഒരു സംഭവവും നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം. എനിക്ക് അപ്പോഴേ മനസ്സിലായി അത് അൺനെസസറി ടോപ്പിക് ആണെന്ന്. അതുകൊണ്ട് ഞാൻ അത് വിട്ടു. ഞാൻ അതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്തില്ല, ഞാൻ അതിനെ പറ്റിയിട്ട് സംസാരിച്ചില്ല. ആവശ്യമില്ല, പിന്നെ എന്തിനാണ് സംസാരിക്കുന്നത്? ഇപ്പോൾ അവർ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. വലിയ വിഷയമാക്കാൻ വേണ്ടിയിട്ടാണ് ബഷീർ തീരുമാനിച്ചേക്കുന്നത്. നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നും ആവത്തില്ലായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങളൊന്നും ആവത്തില്ല ഇത്തരം കേസുകളിൽ. കാരണം സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ നമുക്കറിയാവുന്നതല്ലേ, വലിയ വിഷയമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. ഇപ്പൊ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണെന്നാണ് ബഷീർ പറഞ്ഞേക്കുന്നത്. ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുറേ അതിൻ്റെ പുറകെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. നമ്മൾ ജഡ്ജികളായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. നമുക്ക് സംസാരിക്കാം, നമുക്ക് റിയാക്ട് ചെയ്യാം, നമുക്ക് കാര്യങ്ങളെ പറ്റിയിട്ട് വിമർശിക്കാം, നമ്മുടെ അഭിപ്രായം പറയാം. പക്ഷെ നമ്മുടെ അഭിപ്രായമായിരിക്കണം. ഞാൻ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അവരുടെ കുടുംബത്തിൻ്റെ ആ ഒരു സിസ്റ്റം. അവരുടെ കുടുംബം ഇപ്പോൾ ഫാമിലി സെറ്റപ്പ്, ആ ഫാമിലി സെറ്റപ്പ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫാമിലിയാണ്. അവരോട് എനിക്ക് പേഴ്സണലി ഒരു വൈരാഗ്യവും ഇല്ല. അവരവരുടെ ലൈഫുമായിട്ട് പോകുന്നു, അവരവരുടെ ലൈഫുമായിട്ട് ജീവിക്കുന്നു. പക്ഷെ ഞാനാണ് അങ്ങനെ ഒരു ലൈഫിലുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ അവർക്കത് അക്സെപ്റ്റബിൾ ആണ്, അതുകൊണ്ട് അവർ ആ ഒരു ലൈഫിൽ ജീവിക്കുന്നു. പരസ്പരം വഴക്കുകളില്ല, പ്രശ്നങ്ങളില്ല. രണ്ട് സ്ത്രീകൾ ഒരുമിച്ചുള്ളൊരു വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് രണ്ട് ഭാര്യമാർ, ഒരാളുടെ രണ്ട് ഭാര്യമാർ, ആ രണ്ട് ഭാര്യമാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകും, വഴക്കുകളുണ്ടാകും, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ 8 വർഷമായിട്ട് അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു പ്രശ്നവും ഇല്ല. മഷൂറെ നോക്കിക്കഴിഞ്ഞാൽ സുഹാനയോട് ബഹുമാനമുള്ള രീതിയിൽ തന്നെയാണ് മഷൂറ അവിടെ നിൽക്കുന്നത്. സുഹാനയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും സ്വന്തം ഫാമിലിയെ പോലെ കാണുന്നു. അപ്പൊ പരസ്പര ബഹുമാനത്തോടു കൂടിയിട്ട് പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് അവര് ജീവിക്കുന്നു. പബ്ലിക്കിന് മുമ്പിൽ അങ്ങനെയാണ്. അവരുടെ ഫാമിലിയിൽ യഥാർത്ഥത്തിൽ എന്തുവാണ് എന്നുള്ളത് നമ്മൾ ചികഞ്ഞു ചെല്ലേണ്ട കാര്യമില്ല. പബ്ലിക്കായിട്ട് അവരെടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ എങ്ങനെയാണ്, നമ്മൾ അത് മാത്രമാണല്ലോ കാണുന്നത്. പബ്ലിക്കായിട്ട് അവരെടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ അവർ ഓക്കെയാണ്, ഹാപ്പിയാണ്, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവരുടെ മക്കളെ നോക്കുന്നു. ബഷീർ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും ചെന്ന് ചാടുന്നില്ല, ആരെയും കുറ്റം പറയാൻ പോകുന്നില്ല, ആരെടുത്തും വഴക്കിനും പോകുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാ അവരുടെ കാര്യത്തിൽ കയറി ചികഞ്ഞ് വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നത്? ഇപ്പോൾ ആ വീഡിയോസ് ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ മിസ്ലീഡ് ചെയ്ത് പോയി. ഞാൻ വിചാരിച്ച യഥാർത്ഥത്തിൽ എന്തോ പ്രശ്നം നടന്നു. എൻ്റെ അമ്മയും എനിക്ക് ഈ വിഷയമൊക്കെ ഷെയർ ചെയ്ത് തരും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് വാട്സപ്പിൽ അമ്മ ഷെയർ ചെയ്ത് തരും. അപ്പോൾ എൻ്റെ അമ്മ വന്ന് ചോദിച്ചു, എടി മോളെ ഏതാണ്ട് അവരുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്, നീ ഒന്ന് നോക്കിക്കേ. കാരണം ആദ്യം ഈ ഒരു വിഷയം കാണുമ്പോൾ എല്ലാവരും അങ്ങനെ വിചാരിക്കത്തുള്ളൂ. പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇല്ലാത്ത പ്രശ്നം നമ്മൾ ഉണ്ടാക്കി അതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്യുന്നത് അതൊട്ടും ശരിയല്ല. അതിനെ പറ്റിയിട്ട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ഏത് റിയാക്ഷൻ ചാനലുകാർ ചെയ്താലും അത് തെറ്റാണ്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ പെർസ്പെക്റ്റീവിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. എൻ്റെ പെർസ്പെക്റ്റീവ് ഇതാണ് എന്ന് വെച്ച് അവർ ജീവിക്കുന്നു, അവർ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ. അവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പബ്ലിക്കായിട്ട് അപ്പിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വിമർശിക്കാം, നമുക്ക് സംസാരിക്കാം. അപ്പം അങ്ങനൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. എനിക്കിഷ്ടമല്ലാത്തൊരു വിഷയമാണ് എന്ന് വെച്ച് അവർ ചെയ്യരുത് എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. സുഹാനെ അവിടെ ആരും തളച്ചിട്ടേക്കല്ല. സുഹാനയ്ക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്. സുഹാനയ്ക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ്. സുഹാന അതിനകത്ത് വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോസ് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഒത്തിരി വ്യൂസും ഒത്തിരി സപ്പോർട്ടും ഉള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. സുഹാനയ്ക്ക് ജീവിക്കാൻ ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ സുഹാന അവിടെ നിൽക്കുന്നു. സുഹാനയ്ക്ക് ആ ഒരു ഫാമിലി മതി, ആ ലൈഫ് മതി. അത് അവരുടെ ചോയ്സാണ്. അവരുടെ ചോയ്സിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അത് അവരുടെ ചോയ്സാണ്. അവരുടെ ചോയ്സിനെ നമുക്ക് ബഹുമാനിക്കാം. ആ ചോയ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കുറെ ആൾക്കാർ പറയുന്നു ഇത് ആൾക്കാർ മാതൃകയാക്കും. അങ്ങനെയൊന്നും ആരും വലുതായിട്ട് മാതൃകയാക്കത്തില്ല. ഇപ്പൊ ചെറിയ പിള്ളേരാണെന്നുണ്ടെങ്കിൽ, ചെറിയ പിള്ളേർ എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് മാതൃകയാക്കുമെന്ന്. ഓൾമോസ്റ്റ് ബി ഫാമിലിയുടെ വ്യൂവേഴ്സ് അവർക്കൊക്കെ അറിയാം ഇവരുടെ ആ ഒരു ഫാമിലി സെറ്റപ്പ് ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം.
അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ വീഡിയോസ് എല്ലാവരും കാണുന്നത്. അതാരും ലൈഫിൽ അഡോപ്റ്റ് ചെയ്യത്തില്ല. ഇനി അഥവാ അവരുടെ ലൈഫ് ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോബ്ലം ഇല്ലാതെ ജീവിക്കുവാണെന്നുണ്ടെങ്കിൽ ജീവിച്ചോട്ടെ. എല്ലാ സ്ത്രീകളും ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എന്ന് വെച്ച് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ത്രീ അവർ നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സംസാരിക്കാൻ ഒരു യോഗ്യതയില്ല, റൈറ്റും ഇല്ല. അപ്പൊ അനാവശ്യമായിട്ട് സമൂഹത്തിൽ ഒട്ടും ചേരാത്ത അൺനെസസറി ആയിട്ടുള്ള വിഷയങ്ങൾ എടുത്തു വെച്ച് ആരും സംസാരിക്കാതിരിക്കുക. വെറുതെ എന്തിനാണ് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ സമൂഹത്ത് എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാൻ കിടക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ കിടക്കുന്നു, ആ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വോയിസ് ഉയർത്തേണ്ടത്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ വോയിസ് ഉയർത്തിയിട്ട് വെറുതെ ആ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാക്കിയിട്ട് എന്തിനാണ്? ചിലപ്പോൾ ഈ ഒരു വിഷയം കൊണ്ട് ചിലപ്പോൾ ആ കുടുംബത്തിന് സമാധാനം ഇല്ലാതാവും. ചിലപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളല്ലേ അവിടെ തെറ്റുകാരാകുന്നത്.